ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മൾ റോക്സ് എടുത്ത വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോക്സിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ വീഡിയോയിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ റോക്സ് അത്രയും വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയെന്ന്. അപ്പോൾ അത് കിട്ടി ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മളിതിൻ്റെ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ചെയ്യാൻ തുടങ്ങി. ഇത് മാത്രമല്ല, നമ്മൾ ഇനിയും ഇതിൽ കുറച്ച് മോഡിഫിക്കേഷൻ കൂടി ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഗൗതം നിങ്ങളുടെ അടുത്ത് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. സോ ഗായ്സ്, അപ്പോൾ ഫസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ടിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പരിപാടി ഇപ്പോൾ നിലവിൽ ചെയ്തേക്കുന്നത്. ആദ്യം തന്നെ നമുക്കിപ്പോൾ ഗ്ലാസ് നോക്കിക്കഴിഞ്ഞാൽ കാണാം ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് കണ്ടത്. അതായത് നമ്മൾ ടിൻ്റ് ഒട്ടിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് നല്ല ഡാർക്കായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മൾ മാറ്റിയ സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്രില്ലാണ്. ഗ്രില്ല് നമ്മൾ പഴയ റാങ്ക്ലർ സ്റ്റൈലിൽ ഗ്രില്ലാണ് വെച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഹെല്ലയുടെ 2 റെഡ് ഗ്രിൽസ് ഇരിക്കുന്നുണ്ട്. അതായത് സ്റ്റോക്ക് വരുന്ന ഹോൺസ് മാറ്റി സ്റ്റോക്ക് വരുന്ന ഹോൺ അടിച്ചിട്ട് ആൾക്കാർക്ക് ഒരു ബഹുമാനമില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഹെല്ലയുടെ 2 റെഡ് ഗ്രില്ല് വെച്ചിട്ടുണ്ട്. ആൾക്കാർ കേൾക്കണം. പിന്നെ മാറ്റിയേക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഈ ബമ്പറാണ്. ഇതും റാങ്ക്ലർ സ്റ്റൈൽ ബമ്പർ തന്നെയാണ്. വിത്ത് മെറ്റൽ റേഡിയേറ്റർ ഗാർഡ് വെച്ചിട്ടുണ്ട്. അതായത് സ്റ്റോക്ക് വരുന്നത് ഫൈബർ ടൈപ്പാണ്. സോ അതും മാറ്റിയിട്ട് മെറ്റലാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഫോഗ് ലാംപ്സും മാറ്റിയിട്ടുണ്ട്. സ്റ്റോക്ക് വരുന്ന ഫോഗ് ലാംപ്സും കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. സോ ഹെല്ലയുടെ 2 പ്രൊജക്ടേഴ്സാണ് വെച്ചേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആ 2 6.2 ഹെല്ല ബ്ലാക്ക് മാജിക് സ്പോർട്ട് ബാർസ് വെച്ചിട്ടുണ്ട്. പിന്നെ ചെയ്തേക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഇൻഡിക്കേറ്ററിനകത്ത് ഈ ഒരു ബ്ലാക്ക് ആപ്ലിക്കേറ്റ് വെച്ചിട്ടുണ്ട്. അത് ഹോണ്ടയുടെ മഹേന്ദ്രയുടെ ഓയി വരുന്ന ഒരു ആക്സറി തന്നെയാണ്. പിന്നെ വണ്ടി ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഫുൾ ബോഡി PPF ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയ്തേക്കുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ഈ താർ റോക്സിന് ചെയ്തേക്കുന്ന ഈ ലോഗോ ക്രോം ആയിരുന്നു. അത് മാറ്റി നമ്മളൊരു ഗൺ മെറ്റൽ ഗ്രേ ഷെയ്ഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ കാലിപ്പർ റെഡ് അടിച്ചിട്ടുണ്ട്. വീൽസ് നോക്കുന്നുണ്ട്. ഇത് 19 ഇഞ്ച് സൈസ് ആയതുകൊണ്ട് നല്ല അടിപൊളി വീൽസ് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. സോ ഇപ്പോഴും സ്റ്റോക്ക് വീൽസ് തന്നെയാണ് കിടക്കുക. അല്ലെങ്കിൽ ആദ്യം മാറ്റേണ്ടത് വീൽസ് ആയിരുന്നു. അതായത് ഈ വരുന്ന വീൽസ് മൊത്തം നമുക്ക് ഈ ഫെൻഡറിൻ്റെ വെളിയിൽ കിടക്കുന്ന വീൽസാണ് ഈ 19 ഇഞ്ചിൽ വരുന്ന ഒരുമാതിരി പഞ്ചാബി സ്പെക്ക് സാധനങ്ങൾ. സോ അതിൽ താല്പര്യമില്ലാത്തത് കൊണ്ട് ഇതുവരെ വീൽസ് മാറ്റിയിട്ടില്ല. പിന്നെ ഈ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ഡോർ ആപ്ലിക്കേറ്റ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അതും മഹേന്ദ്രയുടെ OE ആക്സസറി തന്നെയാണ്. പിന്നെ അത് ലോഗോ നേരത്തെ പറഞ്ഞ പോലെ ഗൺമെറ്റലാക്കിയിട്ടുണ്ട്, ക്രോം മാറ്റിയിട്ട്. പിന്നെ ബാക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് വെച്ചേക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റാങ്ക്ലർ സ്റ്റൈൽ ബ്രേക്ക് ലൈറ്റ്സാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് ആപ്ലിക്കേറ്റ് ഇവിടെയും വെച്ചിട്ടുണ്ട്. ഇത് മഹേന്ദ്രയുടെ OE വരുന്നതല്ല. OE വരുന്നത് ഇങ്ങനെ ചുറ്റും ഇങ്ങനൊരു ഗ്രില്ലൊക്കെ ഉള്ള ടൈപ്പാണ് വരുന്നത്. ഇത് ഞാനിങ്ങനെ ഓൺലൈൻ കണ്ടു, ഇഷ്ടപ്പെട്ടു, അപ്പോൾ തന്നെ എടുത്തു. ആ ഒരു ഐറ്റം ആണത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റിഫ്ലക്ടറും ഈ ഒരു കവർ ഇത് മഹേന്ദ്രയുടെ OE ആക്സറി തന്നെയാണ്. അപ്പോൾ ഇതും നമ്മൾ വെച്ചിട്ടുണ്ട്. വേറെ കുറച്ച് സാധനങ്ങൾ ഇത് വരുന്നുണ്ട്, പക്ഷേ ഒന്നും വെച്ചിട്ടില്ല. നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡെഫ് ഗാർഡ് വെച്ചിട്ടുണ്ട്. അതും മെറ്റൽ, അതും മഹേന്ദ്രയുടെ OE ആക്സറിയാണ്. അതുപോലെ തന്നെ ഡീസൽ ടാങ്കിൻ്റെ ഗാർഡും വെച്ചിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഒരു BMCയുടെ പെർഫോമൻസ് റീപ്ലേസ്മെൻറ്റ് ഫിൽറ്ററും കൂടി വെച്ചിട്ടുണ്ട്. അതും നമ്മൾ ആദ്യമേ തന്നെ ചെയ്തൊരു പരിപാടിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വണ്ടിയുടെ പുറത്ത് ചെയ്തേക്കുന്നത്. നേരത്തെ പറഞ്ഞ ടിൻ്റ് ഒട്ടിച്ചിട്ടുണ്ട്, ഒരു ഇച്ചിരി ഡാർക്കായിട്ടുണ്ട്. ഇനിയും ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് കയറാനുണ്ട്. ഇപ്പോൾ നമ്മൾ ഇനീഷ്യലി ചെയ്തെടുക്കുന്നത് ഇത്രയും സംഭവങ്ങളാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇൻറ്റീരിയറിലാണ് ചെയ്തേക്കുന്നത്. അതെന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇൻറ്റീരിയറിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കാര്യമായുള്ള പരിപാടികൾ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളാകെ ഒരു മാറ്റും പിന്നെ ഇപ്പോഴത്തെ കാലത്ത് വളരെ മസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് ചെയ്തിരിക്കുന്നത് ഡാഷ് ക്യാം. അതുമാണ് മെയിനായിട്ട് വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ ഈ AC വെൻസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതിപ്പോൾ ഇങ്ങനെ തെളിഞ്ഞു വരും. ലൈറ്റൊക്കെ ഉള്ള സെറ്റപ്പാണ്, കണ്ട സെറ്റപ്പാണ്. അതിങ്ങനെ പല മോഡ്സ് ഉണ്ട്, നമുക്കിങ്ങനെ മാറ്റമൊക്കെ ചെയ്യാം. അതായത് സ്വിച്ച് നോക്കുമ്പോൾ ഇത് പല കളറിൽ പിന്നെ പാട്ടനുസരിച്ച് ഇങ്ങനെ പ്ലേ ആവും. അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇൻറ്റീരിയറിൽ മെയിനായിട്ട് സംഭവം ചെയ്തേക്കുന്നത് അതാണ്. പിന്നെ അതുപോലെ തന്നെ താഴത്തും ലൈറ്റ് വരുന്നുണ്ട്. കാർഡിയുടെയാണ് നമ്മൾ ഈ വെച്ചേക്കുന്നത്. അത്യാവശ്യം ഡയറക്റ്റ് ഫിറ്റാണ്. വേറെ മോഡിഫിക്കേഷൻസ് കാര്യങ്ങൾ ഒന്നും ചെയ്യണ്ട. അപ്പോൾ അതാണ് മെയിൻ സംഭവം. പിന്നെ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് ചെയ്തേക്കുന്ന വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഹർമാൻ കാർഡിൻ്റെ സിസ്റ്റമാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ മ്യൂസിക് വേറെ ലെവലാണ്. സോ അത് കുറച്ചും കൂടി ആ ഒരു ക്ലാരിറ്റി കാര്യങ്ങളും പിന്നെ ആ ഒരു ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് 4 ഡോറും സൗണ്ട് ഡാമ്പിങ് ചെയ്തിട്ടുണ്ട്. അതായത് 2 ലെയർ സൗണ്ട് ഡാമ്പിങ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡോറ് 4 അടച്ചിട്ട് വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ആ പാട്ട് ഏകദേശം ഒരു 15-ലൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫീഡ്ബാക്കാണ്.
അത് ഞാൻ ആദ്യം ചെയ്ത വർക്കുകളിൽ ഒന്നാണ്. കാരണം നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ പാട്ട് കേട്ട് പോകണം, അത് മസ്റ്റാണ്. സോ അത് നമ്മൾ ആദ്യമേ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച് ഇട്ട. സോ ഇത്രയും പരിപാടികളാണ് നമ്മൾ ഇപ്പോൾ ഇൻറ്റീരിയറിൽ ചെയ്തേക്കുന്നത്. ഇനിയും ഒരുപാട് പരിപാടികൾ വരാനുണ്ട്. ഇപ്പം ഇത്രയും ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു 2.5 അടുപ്പിച്ചായിട്ടുണ്ട് ഈ എല്ലാ വർക്കും ഇത്രയും ചെയ്തേക്കുന്നത്. സോ അപ്പം അത്രയ്ക്കുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ താറിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് കുറേ എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു ഇതിന് എത്ര ടോട്ടൽ എമൗണ്ട് നോക്കാൻ. അപ്പോൾ എത്രയായിരുന്നു? നമുക്ക് ഇതിൻ്റെ ഓൺ റോഡ് വരുന്നത് 26.17 ആയിരുന്നു. അതായത് മാനുവൽ വേരിയൻറ്റ് AX7L മാനുവൽ. ഇപ്പം മറ്റേ GST റേറ്റൊക്കെ കുറഞ്ഞിട്ടുള്ള പ്രൈസാണത്. അപ്പോൾ നമുക്ക് ആ റേറ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്ത സാധനങ്ങളുടെ എമൗണ്ട് കൊടുക്കും. മോഡിഫിക്കേഷൻ ചെയ്തേക്കുന്നത് ഇപ്പം നേരത്തെ ഞാൻ ബമ്പർ കാണിച്ചായിരുന്നു. ബമ്പർ നമുക്ക് ഏകദേശം ഒരു 30 അടുപ്പിച്ച് വരുന്നുണ്ട്. അതും ബമ്പറും നമ്മുടെ മറ്റേ മെറ്റൽ റേഡിയേറ്റർ ഗാർഡൊക്കെ അടുപ്പിച്ച് ഓൾമോസ്റ്റ് വരും. പിന്നെ ഏറ്റവും എക്സ്പെൻസീവ് പരിപാടി എന്ന് പറയുന്നത് ഇതിൻ്റെ PPF ആണ്. ഇപ്പം ഇത്രയും വലിയ വണ്ടിയാവുന്നത് ഏകദേശം നമുക്കൊരു 85 to 1 lakh ഇടയിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അത് പല സ്ഥലത്തും പല റേറ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ വ്രാംഗ്ലറിൻ്റെ ഈ സാധനം വെച്ചേക്കുന്നത് ഏകദേശം 4500 to 5000 റേഞ്ചൊക്കെയാണ് പല ഷോപ്പുകളിലും വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡാമ്പിങ്ങും നമുക്ക് ഏകദേശം ഒരു 20K അടുപ്പിച്ചൊക്കെ ആ റേഞ്ചൊക്കെ അടുപ്പിച്ചൊക്കെ വരും. അത് പല ഷോപ്പിൽ പല റേറ്റാണ്. നമ്മൾ പല പരിപാടികൾ പല സ്ഥലത്തൊക്കെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് സ്പെഷ്യൽ റേറ്റ്സ് കുറേയൊക്കെ കിട്ടുന്നതുകൊണ്ടും പിന്നെ ഈ ഹെല്ലയുടെ പ്രൊഡക്ട്സ് നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഷോപ്പിൽ ചെയ്യുന്നുണ്ട്. സോ അതായത് ഹെല്ലയുടെ പ്രൊജക്ടർ, ഹോൺ സാധനങ്ങളൊക്കെ നമ്മുടെ ഷോപ്പിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രൊജക്ടറിന് വെച്ചേക്കുന്നതിന് 15,500 പ്രൈസ് വരുന്നത്. പിന്നെ ആ ബാർ വെച്ചേക്കുന്നതിന് ഒരെണ്ണത്തിന് 6500 വരും. ഹോൺ സംവാട്ട് അറൗണ്ട് 3000 ആ റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെയാണ് എടുത്തത്. കാരണം നമ്മൾ ഹെല്ലയുടെ ഡീലേഴ്സാണ്. സോ അതൊക്കെ നമുക്ക് പ്രൈസ് കുറച്ച് കിട്ടുമല്ലോ. ഇൻറ്റീരിയർ കാർഡിയുടെയാണ് നമ്മൾ മറ്റേ ആംബിയൻ ലൈറ്റ് വെച്ചേക്കുന്നത്. അതും ഓൾമോസ്റ്റ് 11 ആ റേഞ്ച് വരുന്നുണ്ട് ഈ വണ്ടിക്ക്. അത് ഈ AX7L മോഡലിന് വരുന്നതാണ്. കാരണം നമുക്ക് സൈഡിലൊന്നും വരുന്നില്ല. പക്ഷേ അതൊക്കെ മറ്റേ AX5-നൊക്കെ വേറെ മോഡൽ വരുന്നുണ്ട്. സൈഡിൽ മറ്റേ റോക്സ് ഇതൊക്കെ എഴുതിയേക്കുന്ന സാധനമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് AX7L ആയതുകൊണ്ട് ഈ ഫ്രണ്ടിൽ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ വെച്ചേക്കുന്നത് ബാക്കിലും റെക്കോർഡിംഗ് ഉള്ളതാണ്. ഫ്രണ്ടിൽ മാത്രമല്ല ബാക്കിലും റെക്കോർഡിംഗ് ഉള്ളതാണ്. അത് സാംസൂയിഡാണ് വെച്ചേക്കുന്നത്. സംവാട്ട് അറൗണ്ട് ഒരു 12,000 അതിന് വരുന്നുണ്ട്. പിന്നെ OE ആക്സസറീസ് ഈ ബ്ലാക്ക് ആപ്ലിക്കേറ്റൊക്കെ കൂടി ഏകദേശം ഒരു 9,000 സാധനമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ അണ്ടർ ബോഡി ഗാർഡ്സ് വെച്ചേക്കുന്നതും ഏകദേശം ഒരു 10 രൂപ സാധനമുണ്ട്. അതൊക്കെ OE ആക്സസറിയാണ്. നമുക്ക് ഇപ്പോൾ ഏത് ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാലും സാധനം കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇനിയും ഒരുപാട് ഐറ്റംസ് വരാനുണ്ട്. അതൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ളൂ, നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഇനിയിപ്പോൾ വേറെ വീഡിയോ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ടോട്ടൽ നമ്മൾ ഇതിൽ മോഡിഫിക്കേഷൻ മാത്രമായിട്ട് ഇപ്പോൾ എത്ര എമൗണ്ട് ആയിട്ടുണ്ട് ടോട്ടൽ? ഇപ്പോൾ ഏകദേശം ഒരു 2.5 അടുപ്പിച്ചായിട്ടുണ്ട്. നമ്മൾ ഓൺ റോഡ് അല്ലാണ്ട് എക്സ്ട്രാ വർക്ക് ചെയ്തേക്കുന്നത് തന്നെ. ഹെല്ലയുടെ എന്തെങ്കിലും പ്രൊഡക്ട്സ് വേണമെങ്കിൽ എന്നെ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ തരുന്നത്. അപ്പോൾ നമ്മൾ റോക്സ് എടുത്തിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ AX7L ആണ് നിങ്ങൾ വണ്ടി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മോഡിഫിക്കേഷൻസ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടൊരു ചെയ്യേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൗണ്ട് ഡാമ്പിങ്. അത് വേറെ ലെവലാണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ യൂട്യൂബിൽ ഈ വീഡിയോ ഇടുന്നതുകൊണ്ട് നമുക്ക് ആ പാട്ട് കേൾപ്പിച്ച് തരാൻ പറ്റില്ല, കോപ്പിറൈറ്റ് അടിക്കും. പക്ഷേ ഒരു മോഡിഫിക്കേഷൻ ചെയ്തില്ലെങ്കിലും സൗണ്ട് ഡാമ്പിങ് ചെയ്യണം, വേറെ ലെവലാണ്. പാട്ടൊക്കെ ആസ്വദിച്ച് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്യണം, അത് മസ്റ്റാണ്. അത് ഈ വണ്ടി എന്നല്ല, ഏത് വണ്ടി എടുത്തു കഴിഞ്ഞാലും സൗണ്ട് ഡാമ്പിങ് മസ്റ്റാണ്. കാരണം ആ ഫീല് വേറെയാണ്, അതെനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. കാരണം വണ്ടി എടുത്തപ്പോൾ ഉള്ള ആ ഒരു ഫീഡ്ബാക്കും നമ്മളത് ചെയ്ത് കഴിഞ്ഞിട്ട് വണ്ടിയിൽ നിന്ന് കേൾക്കുന്ന ഒരു ഫീഡ്ബാക്ക്, ഇപ്പോൾ മാക്സിമം വോളിയത്തിൽ ഇട്ട് കഴിഞ്ഞാലും വേറെ വൈബ്രേഷൻസോ ഒന്നും തന്നെ ഇല്ല. ആ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് ആ വോക്കലും ആ ഇതിനകത്ത് സബ് ഉള്ളതുകൊണ്ട് ആ ഇത്ര സ്പീക്കേഴ്സ് വെക്കുള്ളതുകൊണ്ട് നമുക്ക് അത്രയും ക്വാളിറ്റിയിലാണ് നമുക്കത് കേൾക്കാൻ പറ്റുന്നത്. അത് നമ്മൾ സൗണ്ട് ട്യൂണിങ് കൂടി ചെയ്യണം കേട്ടോ. അതിനകത്ത് കുറച്ച് സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. ആ സെറ്റിങ്സ് ഒക്കെ കൂടി ഓക്കെ കഴിഞ്ഞാൽ പെർഫെക്ഷനായിട്ട് സാധനം കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഇത് മസ്റ്റായിട്ട് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലാണ്. അതുവരെ ബൈ.